എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിച്ച സാഹചര്യത്തിൽ ഹോർമോസ് കടലിടുക്ക് തുറക്കുമ്പോൾ രാജ്യത്തെ അത് വലിയ ആശ്വാസമാവുകയാണ്. പാചകവാതക സിലിണ്ടറിൽ വാണിജ്യ സിലിണ്ടറിന്റെ നിയന്ത്രണം കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. യുദ്ധത്തിന്റെ മുമ്പുണ്ടായിരുന്നതുപോലെ വിതരണം നടത്താമെന്ന് കാണിച്ച് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കേന്ദ്രം കത്തയച്ചു. ഹോർമോസ് കടലിടുക്കിലൂടെയുണ്ടായിരുന്ന കപ്പൽ സഞ്ചാരം സാധാരണ നിലയിലേക്ക് എത്തിയതോടെയാണ് രാജ്യത്തെ പാചകവാതക പ്രതിസന്ധിയിലും പരിഹാരമാകുന്നത്. ഹോർമോസ് കടന്ന LPG ടാങ്കർ LNGC ദിശ ഗുജറാത്ത് തീരത്തെത്തിയിരുന്നു. ഖത്തറിൽ നിന്നും 62,370 ടൺ LNGയാണ് ടാങ്കറിൽ ഉള്ളത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ടാങ്കറുകൾ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിൽ എത്തും. ഹോട്ടലുകളിലും മറ്റും ഉപയോഗിക്കുന്ന സിലിണ്ടറിനാണ് ഇപ്പോൾ നിയന്ത്രണത്തിൽ ഇളവ് വന്നിട്ടുള്ളത്. ഇത് വലിയ ആശ്വാസമാകും. പാചകവാതകത്തിന് നിയന്ത്രണം വന്നതിനെ തുടർന്ന് രാജ്യത്തെ ഹോട്ടൽ വ്യവസായം പാടെ തകർന്ന അവസ്ഥയിലായിരുന്നു. മാത്രമല്ല വൻതോതിലുള്ള വിലയും വർദ്ധിച്ചിരുന്നു. വാണിജ്യ സിലിണ്ടറിന് 1,500 നിന്നും 3,000 മുകളിലേക്ക് എത്തിയ സാഹചര്യമാണ് നിലവിലുള്ളത്. അത് ജൂലൈ 1 കുറച്ചേക്കും എന്നാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ. വാണിജ്യ സിലിണ്ടറിന് മാത്രമല്ല ഗാർഹിക സിലിണ്ടറിനും വില കുറച്ചേക്കും എന്നുള്ള അറിയിപ്പുകൾ വരുന്നുണ്ട്. അതേസമയം ഗാർഹിക സിലിണ്ടറിനുള്ള നിയന്ത്രണത്തിൽ ഇളവ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. നിലവിൽ ഗ്രാമപ്രദേശങ്ങളിൽ 45 ദിവസവും നഗരപ്രദേശങ്ങളിൽ 25 ദിവസവുമാണ് ബുക്കിങ്ങിന് വീടുകളിൽ ഉപയോഗിക്കുന്ന സിലിണ്ടറിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതിനൊരു ഇളവ് വരും. ഉജ്ജൽ യോജന പദ്ധതി പ്രകാരം സബ്സിഡി ലഭിക്കുന്ന ഉപഭോക്താക്കൾ KYC ചെയ്തിട്ടില്ല എങ്കിൽ അത് നിർബന്ധമായിട്ട് മാർച്ച് 31 മുമ്പ് ചെയ്യണം. ഇല്ലെങ്കിൽ എന്നേക്കുമായിട്ട് ഉജ്ജൽ യോജന പദ്ധതിയിൽ നിന്ന് പുറത്താകും. പിന്നെ ആ ഒരു സബ്സിഡി ലഭിക്കില്ല. സബ്സിഡി ഉള്ള ആളുകൾക്ക് ഏകദേശം 600 രൂപ മാത്രമാണ് ഗ്യാസിന് വരുന്നത്. പൂർണ്ണമായിട്ടുള്ള തുക കൊടുത്തതിന് ശേഷം അവരുടെ അക്കൗണ്ടിലേക്ക് 300 രൂപ സബ്സിഡി ക്രെഡിറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ആ കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെ ഗ്യാസിന്റെ തൂക്കം നോക്കി വാങ്ങാൻ മറക്കരുത്. ഏജൻസികളിൽ ചില ഏജൻസി ജീവനക്കാർ തട്ടിപ്പ് നടത്താറുണ്ട്. 5 or 6 സിലിണ്ടറുകളിൽ നിന്നും ഒഴിഞ്ഞ സിലിണ്ടറിലേക്ക് ഒരു സിലിണ്ടർ ഒപ്പിക്കുന്ന ഒരു നടപടി ഉണ്ടാകും. അതായത് 14.2 കിലോഗ്രാമാണ് വീട്ടിലേക്ക് ആവശ്യമുള്ള സിലിണ്ടർ വരുന്നത്. അത് ഒരു 2 കിലോക്ക് കുറച്ച് ഒരു 4 or 5 അല്ലെങ്കിൽ 6 സിലിണ്ടറുകൾ ഉപയോഗിച്ച് മറ്റൊരു സിലിണ്ടർ കൂടി ഒപ്പിക്കുന്ന നടപടി അങ്ങനെ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരത്തിൽ നമ്മൾ സിലിണ്ടർ തൂക്കി വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ അത് എല്ലാ ആളുകളും മനസ്സിലാക്കുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോ നമുക്ക് കാണാം. ബൈ.